നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ആളുകളുമായി നേരിട്ട് എങ്ങനെ ആദ്യം അങ്ങോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് അവരോട് സംസാരിച്ച് തുടങ്ങുക എന്നതിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു അപ്രോച്ചബിൾ ആയിരിക്കണമെന്ന്. നമ്മളിൽ ആളുകൾ ഇംപ്രസ് ആയിരിക്കണം. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ കേട്ടിട്ടില്ലേ? ആദ്യമായി നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മളിൽ ആള് ഇംപ്രസ് ആയിരിക്കണം. അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ആ സമയത്തിന് എത്തിച്ചേരണം. നമ്മൾ ഒരാളെ കണ്ടുമുട്ടാൻ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ എത്തണം. നമ്മൾക്ക് മുന്നേ അദ്ദേഹം എത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. അങ്ങനെ വന്നാൽ അദ്ദേഹം നമ്മളെ കാത്ത് എന്താ എത്താത്തത് എന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ഒരു നെഗറ്റീവ് ഫസ്റ്റിൽ തന്നെ അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത അവരിൽ പിടിപെടുകയും ചെയ്യും. ആ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ആദ്യത്തെ 7 സെക്കൻഡ് മുതൽ 15 സെക്കൻഡിനുള്ളിൽ നമുക്ക് വിപരീതമുള്ള ആൾ, നമ്മളെ നോക്കുന്ന ആൾ തീരുമാനിച്ചിരിക്കും നമ്മളുമായി സൗഹൃദം പങ്കിടണമോ അതോ അകന്ന് നിൽക്കണോ എന്ന്. അത്രമേൽ ശക്തമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ചിന്തിക്കേണ്ട ഒന്നാണ് ആദ്യത്തെ നമ്മുടെ ആ മുഹൂർത്തം. അവിടെ നമ്മൾ ഇംപ്രസ് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈസി ആയിട്ട് ലോങ് ടൈമിലേക്ക് ആ ബന്ധം കൊണ്ടുപോകാൻ നമുക്ക് കഴിയും എന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. അതിന് നമ്മൾ കൃത്യസമയത്തെത്തണം. ഡ്രസ്സ് ധരിക്കുന്നത് നമ്മൾ ആ സാഹചര്യത്തിന് അനുസൃതമായിരിക്കണം. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റിസപ്ഷന് പോകുമ്പോൾ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാകില്ല നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ. അതുപോലെ ഓരോരോ സാഹചര്യത്തിന് അതിനനുസൃതമായിട്ടുള്ള വസ്ത്രമായിരിക്കണം. അത് മാന്യമായിട്ടായിരിക്കണം ധരിക്കേണ്ടത്. അതും നമ്മളെ അളക്കുന്നതിനുള്ള ഒരു അളവുകോലായി അപ്പുറത്തുള്ള ആൾ കണ്ടെന്നു വരാം. അതോടൊപ്പം ആദ്യമായി കാണുമ്പോൾ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയി പ്ലസന്റ് ആയിക്കൊണ്ട് നല്ല ഒരു പവർ പോസിലായിരിക്കുക. പവർ പോസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂപ്പർമാൻ്റെ പിക്ചറില്ലേ ഇങ്ങനെ നിൽക്കുന്ന, അതുപോലെ നെഞ്ചൊക്കെ വിരിച്ച് ഷോൾഡറൊക്കെ ഉയർത്തി നട്ടല് നിവർത്തി പിടിച്ചുകൊണ്ട് തല ഉയർത്തി പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി ആയിരിക്കണം നമ്മളെ ആദ്യം ആ ആള് കാണുന്നത്. അതോടൊപ്പം നമ്മൾ കൃത്യമായി ആദ്യം നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ കണ്ണിലേക്കാണ്. നാം ആരെയാണോ മീറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ കണ്ണിലേക്കായിരിക്കണം. ആ കണ്ണിലേക്ക് നോക്കുന്ന ഐ കോണ്ടാക്ട് നാം അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നല്ല പവർഫുൾ ഷെയ്ക്ക് ഹാൻഡ് ആയിരിക്കണം. വീക്കായിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അതിന് 2-3 നെഗറ്റീവ് അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹവുമായി നമ്മൾ പരിചയപ്പെട്ടതിൽ നമ്മൾ വലിയ താല്പര്യമൊന്നുമില്ല എന്ന അർത്ഥത്തിൽ പെട്ടെന്ന് കൈവലിക്കുന്ന, വളരെ പതുക്കെ കൈയൊന്ന് കൊടുത്ത് പെട്ടെന്ന് വലിക്കുന്ന ഒരവസ്ഥ. അതുമല്ല എങ്കിൽ അദ്ദേഹം നമ്മളെ വിലയിരുത്തുന്നത് നമ്മളൊരു വീക്ക് പേഴ്സണാലിറ്റിയാണ്, കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ് എന്നൊക്കെ രീതിയിൽ, നമ്മളൊരു പാവമാണ് എന്നൊക്കെ രീതിയിൽ അത് വിലയിരുത്തപ്പെടാൻ സാധിക്കും. ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട്. ചിലപ്പോൾ നമ്മൾ അത്രമേൽ ബഹുമാനിക്കുന്ന ആളുകൾക്ക് ചെറിയ രീതിയിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന് വരാം. അത് ബഹുമാന സൂചകമാണ്. മറിച്ച് വ്യക്തിയുടെ അളവുകോലനുസരിച്ച് നല്ല കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം അദ്ദേഹത്തെ നമ്മൾ ചില ആളുകളുണ്ട് നമ്മൾ നേരെ ചെന്ന് ചേർത്ത് പിടിക്കുന്ന രീതിയിൽ. ഓരോരോ ആളുകൾക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അത് 2 അടി മുതൽ 4 അടി വരെ ഒക്കെയാണ്. അത് നമ്മുടെ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ചും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അനുസരിച്ചുമാണ്. ആദ്യം തന്നെ പരിചയപ്പെടുന്ന ഒരാളെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നതിന് പകരം നല്ല പവർഫുൾ ആയിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ആദ്യം നല്ല രീതിയിൽ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുകയും പവർ പോസ് ഒക്കെ നിന്ന് ഒരു കുറച്ച് സംസാരിക്കാൻ സമയം കൊടുക്കുകയും നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് നാം കീപ്പ് ചെയ്യുകയും അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് നാം ഓടിക്കയറാതിരിക്കുകയും ചെയ്യുക. അതിൻ്റെ ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ജീനുകളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത ഒന്നിനെ ശത്രുതാ മനോഭാവത്തോടു കൂടിയും നമ്മളെ അതിക്രമിക്കാൻ വരുന്ന നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്ന ആളുകളോട് ഒരു ഡിഫൻസ് മോഡിൽ നിൽക്കുക എന്ന ഒരു സ്വഭാവം മനുഷ്യ സഹജമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായി പരിചയപ്പെടുന്നത് വരെ, നമ്മുടെ ബന്ധത്തിന്റെ അളവുകൾ നിശ്ചയിക്കപ്പെടുന്നത് വരെ നമ്മളൊരു നിശ്ചിതമായിട്ടുള്ള അകലം കീപ്പ് ചെയ്യുക എന്ന്. അങ്ങനെ അകലം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചില ആളുകൾക്ക് ചില സ്വഭാവങ്ങളുണ്ട്. അവരുടെ മാനറൈസിന്റെ ഭാഗമായിട്ട് ചില രീതിയിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിർവസായ രീതിയിൽ കൈകളുടെ വിരലുകളെ കൊണ്ട് ഇങ്ങനെ കളിക്കുക, അല്ല എങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ തട്ടിയിട്ട് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുക,
അല്ല എങ്കിൽ വായ കൊണ്ട് എന്നൊക്കെ രീതിയിലുള്ള ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അതൊന്നും ചെയ്യാതെ അല്ല എങ്കിൽ ചില ആളുകൾ മുടിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അതാണായാലും പെണ്ണായാലും നമ്മൾ മുടിയിൽ ഇങ്ങനെ അവിടെയൊക്കെ ശരിയാക്കി, അതൊക്കെ ഒരു നെർവസസിൻ്റെയും ഒരു കോൺഫിഡൻസ് കുറഞ്ഞതിൻ്റെയും ഒക്കെ അടയാളങ്ങളാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല രീതിയിൽ നട്ടല് നിവർത്തി പിടിച്ചുകൊണ്ട് ആളുകളുമായി നമ്മൾ ആദ്യത്തെ കണ്ടുമുട്ടലാണല്ലോ. അപ്പോൾ അവരിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അവരിൽ ഒരു നമ്മളെക്കുറിച്ചൊരു മതിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ഡീസൻ്റായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ വളരെ ഡീസൻ്റ് ആയിക്കൊണ്ട് നമ്മളൊരു നല്ല പേഴ്സണാലിറ്റിയാണ് എന്ന രീതിയിൽ തന്നെയായിരിക്കണം നമ്മുടെ ആദ്യത്തെ 5 മിനിറ്റ് സംസാരങ്ങൾ നടക്കേണ്ടത്. നാം വിഷ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത്, നമ്മൾ നേരത്തെ ടെലിഫോണിലൂടെയോ മറ്റോ പരിചയപ്പെട്ട ഒരാളാണ് എങ്കിൽ അവരുടെ പേര് കൃത്യമായി ആലോചിച്ചു വെക്കുകയും നമ്മൾ ആദ്യം അവരെ കാണുമ്പോൾ തന്നെ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ഹായ് എന്ന് പറഞ്ഞ് അവരുടെ പേര് പറയുകയും ഹായ് രോഹിത് എന്ന രീതിയിൽ അവരെ പേര് പറഞ്ഞുകൊണ്ട് പേര് വിളിച്ചുകൊണ്ട് നാം അവരെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ആളുകൾ ആദ്യം നമ്മളെ കാണുകയും ഏറ്റവും ആദ്യം അവരുടെ മൈൻഡ് ഡിസിഷൻ എടുക്കുന്ന ആ 7 സെക്കൻഡിനുള്ളിൽ തന്നെ അവരെ ഇംപ്രസ് ചെയ്യുവാനും അവരിൽ നമ്മളിലൊരു മതിപ്പുണ്ടാക്കിയെടുക്കാനും അതുമൂലം നമ്മളുമായി എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാനും കഴിയും. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മറ്റു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും നല്ല ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ കഴിയട്ടെ. അതുമൂലം വരാനിരിക്കുന്ന 2025 എന്ന നമ്മുടെ സ്വപ്നവർഷം, ഭാഗ്യവർഷം വളരെ സമാധാനപൂർവവും സന്തോഷപൂർവവും സക്സസ്ഫുള്ളും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.